കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് കടപ്പുറത്ത് 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. കടലിൽ കുളിക്കാനിറങ്ങിയവരാണ് ഒഴുക്കിൽപ്പെട്ടത്. കോസ്റ്റൽ പോലീസ് തിരച്ചിൽ നടത്തുന്നു. സംഭവസ്ഥലത്ത് നിന്നും മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കോട് മീൻകുന്ന് ബീച്ചിലാണ്. ഇവിടെയാണ് വൈകിട്ടോടുകൂടി 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ദൂര പ്രദേശത്ത് കാണുന്ന പാറയുടെ ഭാഗത്തു കൂടി അവർ 2 പേർ ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കടലിൽ കുളിക്കാനിറങ്ങിയതാണ്. ആ സമയത്താണ് ശക്തമായ തിരയുണ്ടാവുകയും ഇവർ 2 പേരും ആ തിരയിൽപ്പെടുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് നിൽക്കുന്ന സ്ത്രീയാണ് 2 കൈകൾ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടത്. തുടർന്ന് അവർ ഓടി ഈ തൊട്ടടുത്തുള്ള പ്രദേശത്ത് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കുകയും ഇപ്പോൾ കോസ്റ്റൽ പോലീസ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ശക്തമായ മഴ നിൽക്കുന്ന സമയമാണ്, നല്ല കടലേറ്റമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങരുത് എന്നൊരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇവരെങ്ങനെയാണ് ഈ കടപ്പുറത്ത് എത്തിയതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ പ്രദേശത്തുള്ളവരല്ല, ഇവർ വാരം വലിയന്നൂർ സ്വദേശികളാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ എങ്ങനെയാണ് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് മനസ്സിലായത്? സംഭവം ഇവര് കടലിൽ വലിപ്പമുള്ള സമയത്തിൽ കുളിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ എല്ലാ സമയവും ഇവിടെ ആൾക്കാരുണ്ടാകുന്നതാണ്. ഇപ്പോൾ ആരും ഉണ്ടായിട്ടില്ല. ഇന്ന് അവർ ഒലിച്ചു പോകുന്നത് 2 ആൾക്കാർ കണ്ടത് വന്ന് പറഞ്ഞ് അവർ നമ്മൾ നാട്ടുകാർ വരുമ്പോൾക്ക് കൈ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഇവിടുത്തെ ഇപ്പോൾ ഒരു കടലിൻ്റെ സ്വഭാവം എന്താണ്? കടലിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? ഈ സ്വഭാവത്തിൽ ഒരാളും ചെയ്യാൻ പാടില്ല. കാരണം മത്സ്യത്തൊഴിലാളികൾ ഫൈബറും കാര്യങ്ങളും കയറ്റി കരക്കയിൽ വെച്ചിട്ട് പട്ടിണീൻ്റെ വെക്കില്ല. അപ്പോൾ നാട്ടിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ്. നാട്ടുകാരാണെങ്കിൽ ആരും കുളിക്കൂല. ഇവർക്ക് കടലിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതാണ് ഈ സംഭവിച്ചത്. ഇപ്പോൾ അപകടം സംഭവിച്ചത് ഈ കടലിനെ കുറിച്ചിട്ട് അവർക്ക് അറിയില്ല. അവർ വെള്ളത്തിൻ്റെ ഒരു ഏറ്റവും വർദ്ധിച്ചിട്ടുണ്ട് സാധാരണ ഈ സമയത്ത്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വെള്ളം വലിയ വെള്ളം തന്നെയല്ലേ. അത് പിന്നെ വാർത്തയിലൂടെ കാണുന്നില്ലേ, കടൽ തീരത്ത് പോകാൻ പാടില്ല. എല്ലാം അറിഞ്ഞും കൊണ്ട് വന്ന് കുട്ടികൾ കുളിച്ച്. ഈ നാട്ടുകാരല്ലേ അല്ല, വലിയന്നൂരാന്ന് പറഞ്ഞു. അവരെ ആധാർ കാർഡ് നോക്കിയിട്ട് വലിയന്നൂരാന്ന് അവർ. ഇതിന് ഇവിടുത്തെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ വേണ്ടി ഇല്ല, ഇറങ്ങൂല. ഇല്ല, ഇവിടെ നമ്മളെ നാട്ടുകാർ ആരും ഈ സമയം ഇറങ്ങൂല. എല്ലാ സീസൺ സമയത്ത് എല്ലാ കുട്ടികളും ഇവിടെ കുളിക്കണ്ട, അപകടം ഉണ്ടാവില്ല. ഈ സമയത്ത് കുളിച്ചാൽ അപകടമാണ്. ഇപ്പോൾ കോസ്റ്റൽ ഗാർഡുകാർക്ക് തന്നെ കിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സാഹചര്യം കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല കടലിനെ കുറിച്ചിട്ട്. അതാണ് അപകടം സംഭവിച്ചത്. തെരച്ചിൽ കോസ്റ്റൽ ഗാർഡും മെറീൻ്റെ ബോട്ടും വരുന്നുണ്ട്. പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ട്. കുറച്ചും കൂടി വേലി ഇറക്കി കഴിഞ്ഞാൽ ഒന്ന് കല്ലിൻ്റെ വെള്ളാളികൾ പോയി നോക്കും. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് കാര്യമായി അറിയാത്ത 2 പേരാണ് ഇവിടെ എത്തി ഈ കടലിൽ കുളിക്കാനിറങ്ങിയത് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. കാരണം ഈ കടലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ ഇത്തരം വെള്ളം ശക്തമായ വേലിയേറ്റമുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ കടലിൽ ഇറങ്ങാൻ തയ്യാറാകുമായിരുന്നില്ല. ഇവിടെയുള്ള ആളുകളാണെങ്കിൽ കണ്ടിരുന്നെങ്കിൽ വെള്ളത്തിലിറങ്ങാൻ ആളുകളെ സമ്മതിക്കുമായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ മറൈൻ്റെ ഒരു ബോട്ടും വന്ന് ഈ പരിസരത്ത് പരിശോധന നടത്തുന്നുണ്ട്. വേലിയേറ്റത്തിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞാൽ തൊട്ടപ്പുറത്തെ പാറയിടുക്കുകളിലൊക്കെ ഒന്ന് പോയി പരിശോധിക്കേണ്ടി വരും എന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ഈ മഴ കനത്ത സമയത്ത് കടലിലടക്കം വെള്ളം വർദ്ധിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി അറിയാതെ കടലിറങ്ങിയ 2 യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാരം വലിയന്നൂർ സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. രോഹിണി, മിഥുൻ, ഒരുപക്ഷേ കടലിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടായിരിക്കാം അപകടത്തിൽപ്പെട്ടത് എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശവാസികളൊന്നും തന്നെ ഇത് ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവർ കാണാതായതിന് ശേഷമാണോ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത്? തീർച്ചയായും രോഹിണി, കാരണം ഈ വെള്ളം വർദ്ധിച്ച സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ ആരും തന്നെ ഈ കടൽ തീരത്ത് അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങാൻ ആകാറില്ല. ഇവിടെ ഒന്ന് കുളിക്കുകയോ ഒന്നും തന്നെ ഈ പ്രദേശവാസികൾ ചെയ്യാറില്ല. കാരണം അത്രയധികം വെള്ളം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഒരു ജാഗ്രതയിലാണ് നിലവിലുള്ളത്. കാരണം അവർ മത്സ്യബന്ധനത്തിന് പോകാതെ ബോട്ടുകളൊക്കെ കരയ്ക്കടുപ്പിച്ച് വെച്ച് മഴയായതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പണിക്ക് പോകാതെ നിൽക്കുകയാണ്. കാരണം അത്രയധികം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഈ നാടിനെക്കുറിച്ചോ അല്ലെങ്കിൽ കടലിൻ്റെ ഒരു സാഹചര്യത്തെ പറ്റിയോ അറിയാത്ത 2 ആളുകളാണ്, യുവാക്കളാണ് ഇവിടെ വന്ന ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത്.
ആ ദൂരെ കാണുന്ന പാറയിൽ ഉൾപ്പെടെ കയറിക്കൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അതിനുശേഷം വെള്ളത്തിൽ കുളിക്കാനിറങ്ങി എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ആ സമയത്ത് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം സ്വാഭാവികമായും കടൽ പ്രക്ഷുബ്ധമാണ്. ഈ ഒരു തീരപ്രദേശത്തേക്ക് വരേണ്ട ആവശ്യം നാട്ടുകാർക്കില്ല. കുളിക്കാനാണെങ്കിൽ പോലും വരേണ്ട സാഹചര്യമില്ല. കാരണം അത്രയേറെ പ്രക്ഷുബ്ധമായ സാഹചര്യം, അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുള്ളൂ എന്ന് കണ്ടതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഈ പ്രദേശത്തേക്ക് വന്നിരുന്നില്ല. എന്നാൽ ഈ രണ്ട് ആളുകൾ വന്ന് ഇവിടുന്ന് മുങ്ങിപ്പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ് വളരെ പെട്ടെന്ന് കണ്ടത്. അവർ തൊട്ടടുത്ത ക്ലബിലും കടയിലൊക്കെ ഒക്കെ ഇരിക്കുകയായിരുന്ന നാട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തു. അവർ ഓടി വരുമ്പോഴേക്കും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന രണ്ട് കൈകൾ മാത്രമാണ് കണ്ടത് എന്നാണ് പറയുന്നത്. ഏതായാലും വിവരം അപ്പോൾ തന്നെ നാട്ടുകാർ ഈ കോസ്റ്റൽ പോലീസിനെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു. അവർ ഇപ്പോൾ കടലിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യത്തിൽ കിട്ടുമോ എന്നറിയില്ല. ആ ദൂരെ കടലിൽ ഈ രണ്ട് ബോട്ടുകൾ വന്നിട്ടുണ്ട്. അവർ ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായ വേലിയേറ്റമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വെള്ളം ഇറങ്ങാതെ കൂടുതലൊരു പരിശോധനയിലേക്ക് പോവുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മോട് പറഞ്ഞത്. വെള്ളമൊന്ന് ഇറങ്ങിയതിന് ശേഷം ഇവർ മുങ്ങിപ്പോയി എന്ന് കരുതുന്ന ആ പ്രദേശത്തിനടുത്ത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നും ആ നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.